മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലി നൽകി. ശ്രുതിയെ റവന്യൂ വകുപ്പിൽ ക്ലാർക്കായി നിയമിച്ച സർക്കാർ ഉത്തരവ് ഇന്നുണ്ടായി. നിയമനത്തിന് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ശ്രുതി ഇപ്പോൾ ദുബായിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ചേർന്നു. പറയൂ സലീം മാലിക്, എന്തായാലും ശ്രുതിയുടെ എല്ലാ അത്താണിയും നഷ്ടപ്പെട്ടപ്പോഴാണ് സർക്കാർ കൈത്താങ്ങുമായി വന്നത്. നല്ല കാര്യം, പറയും. SKN നേരത്തെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് എല്ലാം നഷ്ടപ്പെട്ടയാളാണ് ശ്രുതി. അതിനുശേഷം കേരളത്തിൻ്റെ തന്നെ ആകെ ദുഃഖമായി ശ്രുതി മാറുകയും ചെയ്തിരുന്നു. മാതാപിതാക്കളും സഹോദരങ്ങളും നഷ്ടപ്പെട്ടു. അതിന് പിന്നാലെ ആകെ ആശ്രയമായി ഉണ്ടായിരുന്നത് നേരത്തെ കല്യാണം നിശ്ചയിച്ച് വെച്ചിരുന്ന ആളാണ് ജെൻസൺ കൂടി ഒരു വാഹനാപകടത്തിൽ നഷ്ടപ്പെട്ടതോടുകൂടി ശ്രുതി തീർത്തും ഒറ്റയ്ക്കാകുന്നൊരു സാഹചര്യമുണ്ടായി. അതോടുകൂടി ശ്രുതിയെ കേരളം ഒന്നാകെ ചേർത്ത് പിടിക്കുകയായിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ശ്രുതിക്കൊരു സർക്കാർ ജോലി എന്നുള്ളത് പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെ ഇപ്പോൾ ആ സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്ക് ഇപ്പോൾ പാലിച്ചിരിക്കുന്നു. ശ്രുതിയെ റവന്യൂ വകുപ്പിൽ നിയമിച്ചുകൊണ്ട് ക്ലർക്കായി നിയമിച്ചുകൊണ്ട് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നു. ഔദ്യോഗികമായ ഉത്തരവ് ശ്രുതിക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ അതോടുകൂടി തന്നെ ഈ ശ്രുതി ഒരു സർക്കാർ ജീവനക്കാരിയായി കൂടി മാറുകയാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ശ്രുതി കൈപ്പറ്റിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസംബറിൽ, അതായത് ഡിസംബറിന് ദിവസങ്ങൾ കൂടി കഴിയുന്നതോടുകൂടി ഡിസംബർ ആവുകയാണ്. ഡിസംബറിൽ ശ്രുതിയും ജെൻസനും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ വിവാഹത്തിന് മുൻപ് തന്നെ ജെൻസൺ മരിച്ചു. പക്ഷേ ആ ഡിസംബറിലേക്ക് സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുക എന്നൊരു പുതിയ ജീവിതത്തിലേക്ക് ശ്രുതി എത്തുകയും ചെയ്യും. SKN. താങ്ക് യു. സെയ്തലവി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. 2019 കവളപ്പാറ ദുരന്തത്തിൽ കൃഷിഭൂമി നഷ്ടപ്പെട്ട കുറച്ച് ആളുകൾ അവിടെ ഉണ്ട്. അവർക്കാർക്കും ഒരു സഹായവും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു കവളപ്പാറയിലും ഒക്കെ തന്നെ പുത്തുമലയിലും ഒക്കെ ആളുകൾ അങ്ങനെ പരാതി പറയുന്നുണ്ടായിരുന്നു. അവരുടെ ഒക്കെ കാര്യം എന്തായാലും റവന്യൂ വകുപ്പും മറ്റുള്ളവരും ഒന്ന് അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.